എന്തായി ചാരു ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ? സത്യം ഇപ്പൊ വെള്ളം തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ചേച്ചി. ഞാൻ ഈ ചായ എടുത്തോണ്ട് വരാം. അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്, നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക്. എനിക്ക് മോളുടെ യൂണിഫോം തേക്കണം. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. 10:30 പഞ്ചായത്ത് ഓഫീസിൽ എത്തണം. ചേച്ചിയെ സമ്മതിക്കണം കേട്ടോ. പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ച്? എനിക്കാണെ ഒരു കുന്തോ അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തല്ലേ പഠിക്കുന്നേ. ആ നീ പെട്ടെന്ന് ചായ കൊണ്ടേ കൊടുക്ക. ഇപ്പൊ അല്ലെങ്കിൽ വൈകിന്റെ പേരിൽ ബഹളം തുടങ്ങും. ചെല്ല്. എന്റെ പോ, ഇതെന്തായി കാണുന്നത്? അപ്പൊ കളി പത്രമൊക്കെ വായിച്ചു തുടങ്ങിയാ? രമേശ് സാറ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പത്രം വായിക്കണമെന്ന്. സ്കൂളിൽ ചെല്ലുമ്പം പത്രത്തിൽ നിന്ന് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞതാണല്ലോ പത്രം വായിക്കണമെന്ന്. ഈ പുസ്തകത്തിലെ മാത്രം പഠിച്ചാണ്ടല്ലോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും, ജയിക്കും, നിന്റെ അമ്മയെ പോലെ ആയിപ്പോവും, ലോകവിവരം ഉണ്ടാവില്ല. അച്ഛാ, നമുക്ക് ഇംഗ്ലീഷ് പത്രം വരുത്തിയാലോ? അതാകുമ്പോ ഇംഗ്ലീഷും പഠിക്കാമല്ലോ. എന്റെ മോള് തൽക്കാലം മലയാളം നല്ലപോലെ വായിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ആലോചിക്കാം കേട്ടാ. സാറേ ചായ. ആർച്ചയാ? അകത്ത് മോളുടെ തുണി തേക്കുക. ലതേ. എന്താ സാറേ? ലത ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമായി സാർ. ജോലിക്ക് വന്നപ്പോ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? എന്താ സാർ? ഓഹോ, ഇവിടെ ആരൊക്കെ വരുന്നു, ആർച്ച അവരുമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു, ആർച്ച എവിടെയൊക്കെ പോകുന്നു, ഇതെല്ലാം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? എന്നിട്ട് ഇന്നലെ ലൈൻമാൻ സുശീലിന് ഇവിടെ വന്നോ? ആ വന്ന കാര്യം എന്താ എന്നോട് പറയാത്തെ? അത് ചേച്ചി സാറിന്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ചേച്ചി പറഞ്ഞാ പോരാ, അത് ലത എന്നോട് പറയണം. അതിനാണ് ലതയെ ഞാൻ ഇവിടെ വെച്ചേക്കണത്. മാത്രമല്ല ആർച്ച പറയണതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയും? പറയും. ഇന്നലെ സുശീലിനോട് എന്തൊക്കെയാ പറഞ്ഞു? പറയും. ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അതൊക്കെ മോശമല്ലേ സാർ? സുശീലും ചേട്ടനും ചേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കാനാ? അതൊക്കെ കേൾക്കണം. അത് കേൾക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ ജോലിക്ക് വെച്ചേക്കണത്. അല്ല സാർ, ഇവിടുത്തെ ജോലി ചെയ്യാനാ എന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതും ആ ജോലിയിൽ പെടുന്ന കാര്യമാണ്. അതൊന്നും പറ്റില്ല സാർ. പറ്റില്ലെന്ന് പറഞ്ഞു? പറ്റില്ല. ഓ അത് ശരി. ഒരു കാര്യം ചെയ്യ്, കൂടും കുടുക്കയിൽ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. മതി ഇവിടുത്തെ പണി. ചേച്ചി സമ്മതിക്കട്ടെ, ഞാൻ എന്നാ എന്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഇറങ്ങിക്കോളാം. ചേച്ചി അല്ലല്ലോ നിന്നെ ജോലിക്ക് വെച്ചത്, ഞാനല്ലേ? സാർ എന്റെ അടുത്ത് തർക്കിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. വല്ല പറയാനുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. എനിക്ക് ജോലിയുണ്ട്. അവിടെ നിൽക്കേ. ഞാൻ പറഞ്ഞാ നീ അനുസരിക്കൂലല്ലേ? നേരായ കാര്യങ്ങളാണെങ്കിൽ അനുസരിച്ചിരിക്കും. ഇതുപോലത്തെ പ്രവൃത്തിയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. അഹങ്കാരി. ഞാൻ കാണിച്ചു കാടി ഓരോണുള്ളത്. ചായ. ചേച്ചി, ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മിറ്റം തൂക്കാൻ പൊക്കോട്ടെ? ആയിക്കോട്ടെ. സത്യത്തില് നീ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ജോലി ഇല്ലാണ്ടായി. സത്യേട്ടൻ അന്ന് നിന്നെ ജോലിക്ക് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നീ എനിക്ക് ശരിക്കൊരു സഹായിയാ. പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. നിന്നെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷേ സാറിന് എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ചേച്ചി. എപ്പോഴും ഭയങ്കര ഗൗരവത്തിലാണ് ഇരിക്കണ. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? പോലീസുകാർക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും മര്യാദക്ക് പെരുമാറാൻ അറിയോ? സത്യേട്ടൻ എല്ലാവരോടും അങ്ങനാ. എന്തിന്? സ്വന്തം ഭാര്യയായ എന്നോട് പോലും മര്യാദയ്ക്ക് പെരുമാറാറില്ല, പിന്നെയാ നിന്നോട്. നിന്റെ കാര്യത്തിൽ സത്യേട്ടന് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് സത്യേട്ടൻ നിന്നെ വാശി പിടിച്ച് ഇവിടെ ജോലിക്ക് വെക്കൂ? പുറമേ കാണുന്ന ഗൗരവേ ഉള്ളൂ, ആളുള്ളിൽ പാവാ. അല്ലെങ്കിൽ എന്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നിന്നിവിടെ ജോലിക്ക് വെക്കൂ? ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമോ. അതുകൊണ്ടാ നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത്. വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇതിനൊക്കെ സമ്മതിക്കൂ? അതെ അതെ, വേറെ ആരും സമ്മതിക്കൂല. സാറിന് ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ചായയൊക്കെ കൊടുത്താണല്ലോ, പിന്നെന്താ പ്രശ്നം? ആ വിളിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? അറിയില്ല ചേച്ചി. ചേച്ചി ചെന്ന് നോക്ക, ഞാൻ ബാക്കിയുള്ള ജോലി കൂടി ചെയ്യട്ടെ. എന്താ സത്യേട്ടാ? ഈ ചായ ആരുണ്ടാക്കിയതാ? ലത. അതെ, നീ ലത ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട. അതെന്തു പറ്റി? എനിക്ക് അവിടെ അത്ര വിശ്വാസം പോരാ. മനസ്സിലായില്ല. ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായി പോലീസ് സ്റ്റേഷനില്. ഇതുപോലെ ജോലിക്ക് നിന്ന ഒരു സ്ത്രീ ആ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് അവരെ മയക്കി വീട്ടിലെ സ്വർണ്ണമെല്ലാം അടിച്ചോണ്ട് പോയി. അതുകൊണ്ട് അതിവിടെ സംഭവിച്ചൂടെ? അതുകൊണ്ട് നമ്മൾ ഇപ്പം ആൾക്കാരെ പുറമെ കാണുന്ന പോലൊന്നും അല്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ടേ അവളെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. ബെസ്റ്റ്.
ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചെന്ന് വെച്ച് ലത എന്ത് പഴച്ചു? അവളൊരു പാവാന്നേ. അവള് വന്നതിന് ശേഷം എനിക്കൊരു സമാധാനമായത്. രാവിലത്തെ തിക്കും തിരക്കും ബഹളം ഒന്നുമില്ല. പിന്നെ ഭക്ഷണം ആണെങ്കിൽ കറക്റ്റ് സമയത്ത് റെഡി. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ അപ്പൊ തന്നെ പോവുകയും ചെയ്യാം. രാത്രി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. അല്ലാർച്ചേ, ഞാൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നീ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇവള് ഏത് തരക്കാരിയാണെന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഉള്ളൊരു പേടിയാ. ഇതുവരെ ഇല്ലാത്ത പേടി ഇപ്പൊ എന്താ? അതിന് ഇന്നലെയാണല്ലോ സ്റ്റേഷനിൽ ആ സംഭവം ഉണ്ടായത്. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ഓർത്തപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വന്നതേ. ശരിയാവില്ല, നമുക്ക് അവളെ പറഞ്ഞു വിട്ടേക്കാം. എന്നിട്ട് ഇന്നലെ രാത്രി അവളുണ്ടാക്കിയ ഭക്ഷണമാണല്ലോ സത്യേട്ടൻ കഴിച്ചത്. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്താ രാവിലെ ഒരു സംശയം, ചായയിൽ മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടോന്ന്? അർച്ചൻ, നീ ഇനി തർക്കിക്കാണോ നിൽക്കല്ലേ? അവളെ പറഞ്ഞു വിട്ടാലേ. അവള് ആളത്ര ശരിയല്ല. അതിനൊരു കാരണം വേണ്ടേ സത്യേട്ടാ? കാരണം ഉണ്ട് ആർച്ചേ. എന്ത് കാരണം? എന്തുദ്ദേശത്തിലാണ് അവളെ ഇവിടെ നിർത്തിയത്? അത് നടക്കുന്നില്ല. അതെ, ഓരോ ദിവസവും ഇനിയിപ്പോ അവളെ പേടിച്ച് വേണം നമ്മളിവിടെ ജീവിക്കാൻ. അതുകൊണ്ടാ പറഞ്ഞ അവളെ പറഞ്ഞു വിടാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല സത്യേട്ടാ. അവളെ എനിക്ക് വിശ്വാസം, അത് മതി. അത് പോരാ, ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥ്. ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. അവളെ പറഞ്ഞു വിടാൻ നോക്ക്. ചുമ്മാ വട്ട് പറയാതെ ആ ചായ എടുത്ത് കുടിക്കാൻ നോക്ക്. അവളെ എന്തായാലും ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. സൂക്ഷിച്ച്. അല്ല, ചായയില് വല്ലതും ചേർത്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? നീ സോപ്പിട്ട് ആർച്ചയെ കുപ്പിയിൽ ഇറക്കിയല്ലേ? കുപ്പിയിലോ? സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ ഒരു ജോലിക്കാരി വേണ്ട നമ്മൾ 100 വട്ടം പറഞ്ഞിട്ട് എന്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത്. എന്നിട്ട് നീ അവളെ സൈഡല്ലേ? ഞാൻ ആരുടെ സൈഡല്ല. സാറ് എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശരിയായിട്ട് തന്നെ ധരിച്ചു വെച്ചേക്കണ. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനേ പുഷ്പം പോലെ ഞാൻ വിചാരിച്ചാൽ നടക്കുവേ. സാറെന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്നറിയോ? ചേച്ചിയെ സംശയം ഉള്ളതുകൊണ്ട് രഹസ്യം ചോർത്താനാണ് എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയെന്ന് പറഞ്ഞാലേ സാറിന്റെ മാനം പോവും. ഓ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ പിരിച്ചു വിടുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ഇതെന്ന് ഞാനങ്ങ് പറയും. സാറിന്റെ സ്വഭാവം ചേച്ചിക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് ഇത് പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല. അപ്പൊ നിന്റെ ശമ്പളവും നീ ചേച്ചിയിൽ മേടിച്ചാൽ മതി കേട്ടോ. സാറല്ലേ എന്നെ നിയമിച്ചത്, അപ്പൊ ശമ്പളം തരേണ്ടത് സാറാണ്. നിന്നെ ജോലിക്ക് വെച്ച് എനിക്ക് നിന്നെ പിരിച്ചുവിടാനുള്ള അധികാരമില്ലെങ്കിൽ ശമ്പളം തരാൻ എനിക്ക് സൗകര്യമില്ല. നീ അത് ചേച്ചിയിൽ മേടിച്ചാൽ മതി. ഞാൻ 1 രൂപ തരില്ല. അതെങ്ങനെ ശരിയാവും? കൊച്ചേ, ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ സിറ്റിങ്ങിന് കിട്ടുന്ന ഫീസ് ഉണ്ടല്ലോ, അത് വെറും നക്കാ പിച്ചയാണ്. അതിവിടെ മീൻ വാങ്ങാൻ പോലും തികയില്ല. അവൾ എങ്ങനെ നിനക്ക് ശമ്പളം തരുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനായിട്ട് ഒരു നയ പൈസ തരില്ല. സാറേ, ഞാൻ ഒരു തൊഴിലാളിയാണ്. നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അപ്പൊ നീയായിട്ട് പോവില്ല എന്നങ്ങ് ഉറപ്പിച്ചല്ലേ? ചേച്ചി പറഞ്ഞാ ഞാൻ പോവാം. കൊച്ചേ, ഞാനിവിടുത്തെ സ്ഥലം SI ആണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി നിന്നെ പൊക്കിയെടുത്ത് ലോക്കപ്പിലിടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. എന്റെ സാറേ, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താതെ അത് ചെയ്തു കാണിക്ക്. എനിക്ക് എവിടെ ജോലി ഉള്ളതാ. സാറ് ചെല്ലാൻ നോക്ക്. അതെ, ഈ വീട്ടിൽ എന്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. രാവിലെ വഴക്കിന് വരാൻ സത്യേട്ടൻ കുളിച്ച് റെഡിയായിട്ട് സ്റ്റേഷനിൽ പോകാൻ നോക്ക്. സ്റ്റേഷനിൽ എപ്പോ പോകണം, എങ്ങനെ പോകണമെന്നൊക്കെ എനിക്കറിയാം. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പോലീസിലായിരുന്നു. അന്ന് ഞാൻ സ്റ്റേഷനിൽ കൃത്യമായിട്ട് പൊക്കോണ്ടിരുന്ന ആളാ. ശരി, സത്യന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, ലത എടുത്തു തരും. ആര്? ലത. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തരേണ്ടത് ലതയല്ല, നീയാ എടുത്തു തരേണ്ടത്. ആ ശരി, ഞാൻ തന്നെ എടുത്തു തരാം. പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം അങ്ങനെ എങ്ങനെയൊന്നും തീരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനും കൂടെ തീരുമാനമാവട്ടെ. നാളെ മുതൽ ഈ വീട്ടിൽ വേലക്കാരി വേണ്ട. ഈ വീട്ടിൽ നാളെ മറ്റന്നാളും ഒക്കെ വേലക്കാരി ഉണ്ടാവും. അത് ലത തന്നെയായിരിക്കും. സത്യേട്ടാ, ഈ അടുക്കള കാര്യത്തിൽ സത്യേട്ട തലയിടണ്ട. ശമ്പളം കൊടുക്കുന്നത് ഞാനാ. അതങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ കൊടുത്തില്ലെങ്കിലോ? കൊടുത്തല്ലേ പറ്റൂ. ഇത്രയും കാലമായിട്ട് ഈ വീട്ടിലെ ചെലവുകളെല്ലാം നോക്കുന്നത് സത്യേട്ടനല്ലേ? അപ്പോ ആ ശമ്പളവും കൊടുക്കേണ്ട സത്യേട്ടനല്ലേ? അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ സത്യേട്ടാ. എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് കുറെ കാര്യങ്ങളുള്ളതാ. തർക്കിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. പഞ്ചായത്ത് മെമ്പർ വന്നേക്കണം അവള്. എന്താ സാറേ? നീ ആരാന്നാടി നിന്റെ വിചാരം?
നീ കളിക്കുന്നത് ഒരു പോലീസുകാരനോടാണ് കേട്ടാ. സാറെന്തിനു ചുമ്മാ ദേഷ്യപ്പെടണ? ചേച്ചി സമ്മതിച്ചാൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഈ സത്യപാലൻ SI ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരണുണ്ടടി. ആ സത്യം ഇതുവരെ പോയില്ലേ? എന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നേ? ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു കൊടുത്തോളാം ചേച്ചി. ചേച്ചി പെട്ടെന്ന് പോയി റെഡിയാവ്. അയ്യോ അത് പറ്റില്ല. ഞാൻ കൊടുത്താലേ സത്യേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ, അല്ലേ സത്യേട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ, ഉള്ളിന്റെ ഉള്ളിൽ ആള് പാവാ. അതെനിക്ക് പിന്നെ അറിയാലോ. സത്യേട്ടാ പോയി റെഡി ആവാൻ നോക്ക്. ചെല്. സത്യം പറയാലോ പൂകുഞ്ഞെ, ഇതിപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ വന്നപ്പോൾ അവൾ എന്തൊരു അനുസരണയായിരുന്നു. ഭയങ്കര അഹങ്കാരിയാ, ഒരു വക പറഞ്ഞ അനുസരിക്കൂല. ആർച്ചയ്ക്കാണെങ്കിൽ അവളോട് ഭയങ്കര സ്നേഹവും. ഒരു രീതിയിലും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, ഇത് തീക്കളിയാണെന്ന്. അപ്പൊ സാറെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരാളുണ്ടെങ്കിലേ അപ്പുറത്തെ വീട്ടിലെ രഹസ്യങ്ങൾ ചോർത്താൻ പറ്റുമെന്ന്. ഇപ്പൊ എന്തായി? ഇതിപ്പം മാസാമാസം ശമ്പളവും കൊടുക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കുകയില്ല. എടോ, അതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ഒരു വഴി താൻ പറഞ്ഞതാ. സാറേ, സാധാരണ ഒരു വേലക്കാരിയെ പറഞ്ഞു വിടാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൊടുക്കാനുള്ള ശമ്പളം കൊടുത്തിട്ട് പൊക്കോ എന്നങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഇതെങ്ങനെയാണോ? ഉണ്ണിയാർച്ച അവളുടെ ഭാഗത്തല്ലേ? ആകെ പുലിവാലായി എന്ന് പറഞ്ഞാൽ മതി. വേറൊരു വഴിയുണ്ട്, പക്ഷെ അതിത്തിരി കടുത്ത വഴിയാണ്. ഞാൻ കാര്യം പറയും. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോകണം. അല്ല, അവൾ കൊന്നാലും പോകില്ല. ഞാൻ പോവുകയാണെന്ന് അവൾ തന്നെ പറയുന്ന അവസ്ഥ ഉണ്ടാകണം. അതെങ്ങനെ? ഒരു വീട്ടു വേലക്കാരി വീട് വിട്ട് പോകാനുള്ള പ്രധാന കാരണം എന്താ? ചെറുപ്പക്കാരിയായ വേലക്കാരിയോട് വീട്ടുടമസ്ഥൻ വഴിവിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ വീട് വിട്ട് പോയല്ലേ പറ്റൂ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ചെറുപ്പക്കാരിയായ ചാരുലതയോട് വീട്ടുടമസ്ഥനായ സാർ അമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ വീട് വിട്ട് പോയല്ലേ പറ്റൂ. എടാ പൂക്കുഞ്ഞെ, തനിക്ക് വട്ടുണ്ടോ? സാർ, ഞാനൊരു പോലീസുകാരനാണ്, മാത്രമല്ല ഞാൻ സ്ഥല SI ആണ്. അപ്പം ഈസിയായ കാര്യങ്ങൾ. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലെ പരാതിപ്പെടും. സ്ഥല SIയോട് ഇങ്ങനെ പരാതിപ്പെടും. അപ്പൊ എളുപ്പമായില്ലേ? താന്ന് ചുമ്മാ ഇരുന്നേ, ഇതൊക്കെ വൃത്തിയായിട്ട പരിപാടികളാ. സാറേ, കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഉണ്ണിയാർച്ച ഇല്ലാത്ത സമയം നോക്കി സാറ് നേരെ വീട്ടിൽ ചെല്ലുന്നു, ചാരുലതയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. എടാ, അതൊന്നും ശരിയാവില്ല, അതൊന്നും വേണ്ട. സാറേ, അപമര്യാദയായിട്ട് പെരുമാറണമെന്നില്ല, അപമര്യാദയായിട്ട് പെരുമാറുന്നത് പോലെ തോന്നിച്ചാൽ മതി. അതായത് സാറിന്റെ ഉള്ളിൽ വളരെ മോശമായ കാര്യങ്ങളാണെന്ന് അവക്ക് തോന്നണം. ആ തരത്തിൽ സാറിന് സംസാരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അതായത് സാർ അതുപോലെ എന്തെങ്കിലും സംസാരിച്ചാൽ മതിയെന്ന്. പക്ഷേ ഒരു പക്ഷേ ഇല്ല, ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പറയാനുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി തരാം, അതുപോലെ എന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. എന്ത്? സമ്മതിച്ച്? അങ്ങനെ തന്നെ. ഈ സുരേന്ദ്രൻ എന്ന പരാതിന്മേൽ സംഭവ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചായിരുന്നു കനകാംബരം? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, പോകുന്ന സമയം വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? അതിന് നമ്മളല്ലോ ആവശ്യക്കാര്, അയാളല്ലേ. നമ്മൾ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവണം. കഷ്ടം. ഒരു കാര്യം പറഞ്ഞ ഭംഗിയായിട്ട് ചെയ്യില്ല. വൈകുന്നേരം മൂക്കുമുട്ട കള്ളു കുടിക്കുന്ന കാര്യത്തിലോ എന്താ കൃത്യനിഷ്ഠത? മനുഷ്യനെ കുറച്ചൊക്കെ നാണം വേണം, നാണം. നാണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ സാറേ. സാറിനെ സാറ് വിളിക്കുന്നു. ഒരു പീഡനത്തിന്റെ കാര്യം സംസാരിക്കാനെന്നാ പറഞ്ഞേ. ഏത് പീഡനം? പീഡനം നടന്നിട്ടില്ല, പക്ഷെ മിക്കവാറും നടക്കും. അതെന്തോന്ന് പീഡനം? എനിക്കറിയാന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. ബാക്കി എല്ലാം അകത്ത് നിന്ന് ചോദിച്ചാൽ കുഞ്ഞേ, ഈ ജോലി സ്ഥലത്തെ പീഡനത്തിന്റെ പേരിൽ ആണുങ്ങൾ കേസ് കൊടുക്കാൻ പറ്റുമോ? ഭാര്യക്കെതിരെ ഭർത്താവ് കൊടുക്കുന്ന പീഡനം നന്നായിരിക്കും. പിന്നല്ലാതെ എത്ര നാളായി ഞാനിത് സഹിക്കുന്നു. അവരിവിടെ പീഡിപ്പിക്കുന്ന പേര് നീ അവരെ വീട്ടിലിട്ട് പീഡിപ്പിക്കല്ലേ. അവർ തിരിച്ചൊരു കേസ് കൊടുത്താലേ നീ ഉള്ളിയായി പോകും. അതുകൊണ്ടേ വലിയ വഴക്കിനൊന്നും പോട്ടെ കേട്ടാ. ഇടിപ്പിക്കാൻ നടക്കും. എന്താ സർ? ലതേ, ഞാൻ വിളിച്ചതേ, ലത ഒരു സ്ത്രീയാണല്ലോ. ലതയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ ലത എന്തോ ചെയ്യും? അടിച്ചവന്റെ കരണക്കുറ്റി പൊട്ടിക്കും. അതിപ്പോൾ ലത പോലീസുകാരിയായുണ്ട്. അതല്ല, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും അപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും സർ. ലത, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരു വീട്ടുജോലിക്കാരിയായ ഒരു സ്ത്രീയോട് വീട്ടുടമസ്ഥൻ മോശമായിട്ട് പെരുമാറിയാൽ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്നുള്ള. എപ്പോഴാണില്ല അവൻ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും സർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലതയുടെ കാര്യമല്ല പറയുന്നത്. ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാ. അല്ല, അത് പിന്നെ അല്ല,
അതായത് ഒരു ലോകപരിചയവും പോലും ഇല്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ. അല്ല, അത്തരം കേസുകൾ ഒരുപാടുണ്ടല്ലോ സാർ നമ്മുടെ നാട്ടിൽ. സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ജോലി വേണ്ടെന്ന് വെക്കും. പോവല്ലേ? ഉറപ്പായിട്ട് സാർ. പോവല്ലേ? പെണ്ണുങ്ങൾ പിന്നെ വേറെ എന്ത് ചെയ്യാനാ സാർ? ഇതെങ്ങാനും പുറത്തു പോയി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ എന്ന് പേടിച്ച് അവർ മിണ്ടാതങ്ങ ഇരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നവും. അല്ല, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ സാറേ? ഉണ്ടായില്ല. ഏത് നിമിഷവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. എന്താ അർച്ചേ? ഹലോ സത്യട്ടാ, ഞാനൊന്ന് പുറത്തു പോവാ, വൈകിട്ടേ വരൂ. സത്യട്ട വൈകിട്ടല്ലേ വരുള്ളൂ? ആ, ഞാൻ വരാം. ഒത്തിരി രാത്രിയാവും. ആ ശരി. പിന്നെ ചാർലത് എവിടെ ഉണ്ടോ? ആ ഉണ്ട്. അവളോട് വീടെല്ലാം പൂട്ടിയിട്ടിരിക്കാൻ പറയണം. ശരിക്കും കള്ളന്മാരുടെ ശല്യമുണ്ട്. പോലീസുകാരുടെ വീട്ടിലാണോ കള്ളന്മാര് കയറുന്നേ? എങ്കിൽ കൊള്ളാലോ. ആർച്ച, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി കേട്ടാ. എന്തെങ്കിലും ഒരു കാര്യം പറയാതെ മനസ്സിലാക്കില്ല. ലത പൊക്കോ. പിന്നെ ഞാനൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോവേ. അല്ല, വിളിച്ചാൽ വരാൻ വൈകുമെന്ന് പറഞ്ഞേക്കേ. ശരി സാർ. ശരി. സാറേ, ചായ എടുക്കട്ടെ? വേണ്ട. ചേച്ചി പഞ്ചായത്ത് ഓഫീസിൽ പോയിരിക്കുക, വരാൻ വൈകുമെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. ലതേ, എന്നെ പോലൊരു പുരുഷനും ലതയെ പോലൊരു സ്ത്രീയും മാത്രമുള്ള ഈ വീട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ലതയ്ക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല സാർ. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു CPO ചന്ദ്രൻ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ലതയെ പോലെ സുന്ദരിയായ ഒരു വേലക്കാരി. ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ചന്ദ്രൻ ഈ വേലക്കാരിയെ കടന്നു പിടിച്ചു. പിന്നെ അവിടെ സംഭവിച്ചെന്താണെന്നറിയാമോ? അതിക്രൂരമായ ബലാത്സംഗം. ചന്ദ്രന്റെ ഭാര്യ തിരിച്ചു വന്നപ്പോ ഈ വേലക്കാരി ഉണ്ടല്ലോ, ചന്ദ്രനെ കുറിച്ച് പരാതി പറഞ്ഞു. പക്ഷെ ചന്ദ്രന്റെ ഭാര്യ എന്ത് ചെയ്തു? വേലക്കാരി ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിപ്പോ ചന്ദ്രന്റെ ഭാര്യ എന്നല്ല, ഏത് ഭാര്യ ആയാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുള്ളൂ. ഒടുവില് ഈ വേലക്കാരി ചന്ദ്രനെതിരെ കേസ് കൊടുത്തു. പോലീസുകാരൻ പ്രതിയായ കേസിൽ പോലീസുകാരനെ രക്ഷിക്കാനേ കൂടെയുള്ള പോലീസുകാർ നോക്കുള്ളൂ. ഒടുവിലുണ്ടല്ലോ, കേസ് വളച്ചൊടിച്ച് പോലീസുകാരനെ രക്ഷിച്ചു. വേലക്കാരിയുടെ ജോലിയും പോയി, അവിടെ മാനവും പോയി. ഇതൊക്കെ എന്തിനാ സാറേ എൻ്റെ അടുത്ത് പറയുന്നത്? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സാധാരണ എത്ര മണിക്കാ ജോലി കഴിഞ്ഞ് വരണേ? 5 മണി അല്ലേ? എന്താ ഞാൻ നേരത്തെ വന്നേ? ആർച്ച ഇവിടെ ഇല്ലെന്നും ആർച്ച വരാൻ താമസിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ആ 2 മണിക്കൂർ സമയം ലത മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ടും. ആരെന്തൊക്കെയാ പറയുന്നത്? ഇനി പറച്ചിലില്ല, പ്രവൃത്തിയേ ഉള്ളൂ. ലതേ, എനിക്ക് നല്ല ദാഹമുണ്ട്. പോയി കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കാം. ലതേ, ലത പേടിച്ചു പോയാ? ലത ഇവിടെ വന്നതിൽ പിന്നെ എൻ്റെ ഒരു മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? മാന്യനും സത്യസന്ധനുമായ ഒരു പോലീസുകാരൻ്റെ മുഖം. ഞാൻ പറയുന്നത് സംശയമുണ്ടോ? അല്ലേ? എന്നാലേ എനിക്ക് വേറെ 2 മുഖം കൂടി ഉണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാന്യനും സത്യസന്ധനുമായ പോലീസുകാരൻ. അതിവിടെ ഉണ്ണിയാർ ചെയ്യുന്ന നാട്ടുകാരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖം. മറ്റൊരു മുഖം
ക്രൂരനായ ഒരു കാട്ടുമൃഗത്തിന്റെ മുഖം എനിക്കുണ്ട്. ആ മുഖമാണ് ലത ഇന്ന് കാണാൻ പോകുന്നത്. സാറേ പ്ലീസ് സാറേ. ഒരു പ്ലീസും ഇല്ല. ഉണ്ണിയാർച്ച വരാൻ എന്തായാലും വൈകും. പിന്നെ പുറത്തേക്കുള്ള വാതില് അത് ഞാൻ കുറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ഒച്ചയും ബഹളം വെച്ചാലും പുറം ലോകം അറിയാൻ പോണില്ല. എല്ലാം കഴിഞ്ഞ് ആർച്ച വരുമ്പോ നീ ആർച്ചയുടെ അടുത്ത് എന്നെ കുറിച്ച് പറയും. അതോടെ പോകും നിന്റെ ജോലി. പിന്നെ പോലീസിൽ പരാതിപ്പെടാന്ന് വെച്ചാൽ ഇവിടത്തെ പോലീസ് ഞാനാ. ബ്രഹ്മാവിനുണ്ടോ ആയുസിന് പഞ്ഞം. നീ ഇവിടെ വന്ന അന്ന് മുതൽ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കായിരുന്നു. എൻ്റെ ഉള്ളിലിരിപ്പുണ്ടല്ലോ, ആരും അറിയാതെ ഞാൻ അടക്കി പിടിച്ചു നിർത്തുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പൊട്ടിത്തെറിക്കണം. നിന്നെ രക്ഷിക്കാനുണ്ടല്ലോ ഇവിടെ ഒരു കുഞ്ഞും വരില്ല. മാത്രമല്ല ഈ സത്യപാലൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുത്തിരിക്കും. സിംഹത്തിന്റെ കയ്യിലകപ്പെട്ട മാൻപേടയാണ് നീ ഇപ്പോ. നിന്നെ ഞാൻ ഇന്ന് കടിച്ചു കീറിപ്പിച്ചു. സാറ് പറയണ സത്യമാണോ? സത്യപാലൻ സത്യം മാത്രമേ പറയൂ. സത്യം? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ട്. സാറ് ഞാനും ഒരേ അവസ്ഥയിലാണ് സാറേ. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വീട്ടിൽ ആദ്യം വന്ന സാറിനെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിന്റെ ഈ പൗരുഷവും ഗാംഭീര്യമുള്ള ശബ്ദവും തുളച്ചു കയറുന്ന ഈ നോട്ടവും ഏത് പെണ്ണിനെ സാറേ ഇഷ്ടപ്പെടാത്തത്? പിന്നെ സാറിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കുമായിരുന്നു. പിന്നെ ആർച്ച ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാ എന്തോ വിചാരിക്കുന്നായിരുന്നു എന്റെ പേടി. പക്ഷെ ഇപ്പൊ ആ പേടി അങ്ങ് മാറി. സാറേ എനിക്ക് സാറെന്ന് വെച്ച ജീവനാണ്. ഇവിടെ ആർച്ച ചേച്ചിയും ഇല്ല, നമ്മള് മാത്രം. വാ സാറേ. സാറ് പറഞ്ഞ പോലെ സാറ് സിംഹവും ഞാൻ മാൻപേടയും. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സാറേ. സമയം പഴക്കല്ല. സാറ് വാ. ദേഹത്തോടരുത്. എന്റെ ദേഹത്തോടരുത്. ദേഹത്തോട് അത് എങ്ങനെ സാറേ കടിച്ചു കീറുന്നത്? കളിക്കരുത്. എന്താ? വാ സാറേ. എന്താ സത്യേട്ടാ? എന്താ? ഒന്നുമില്ല ആർച്ചേ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? എന്റെയോ? എന്ത്? ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? സത്യേട്ടൻ കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ ആർച്ചേ? ഒരു കുഴപ്പമില്ല. എന്താ പ്രശ്നം? ഇത് മൊത്തം പേർത്തിരിക്കുന്നേ. അത് പോട്ടെ, നീ എന്താ നേരത്തെ വന്നത്? ആ വൈകുന്നേരത്തെ മീറ്റിംഗ് മാറ്റി. ഓ അത് നന്നായി. അല്ല ലത ചായ ഉണ്ടാക്കി തന്നില്ലേ? ചായ എനിക്ക് വേണ്ട സാറേ. വെള്ളം. എന്താ പതിവില്ലാതെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നേ? ചില സമയത്ത് അങ്ങനെയാ ചേച്ചി. ആരായിരുന്നാലും വെള്ളം കുടിച്ചു പോവും. വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഒരു ഗ്ലാസും കൂടി എടുക്കട്ടെ സാർ? വേണ്ട. ഞാൻ ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഒരു ഭയങ്കര സംഭവം ഉണ്ടായി ചേച്ചി. ഒരു 2 മുഖമുള്ള സിംഹം ഒരു മാൻപേടയെ ആക്രമിച്ചു, കടിച്ചു കീറി. ഞാൻ ടിവിയിൽ കണ്ടതാ. നല്ല രസമായിരുന്നു ചേച്ചി. 2 മുഖമുള്ള സിംഹവും? ആ സൈസ് സിംഹങ്ങളും ഉണ്ട് ചേച്ചി. ഞാൻ കണ്ടതല്ലേ. ചേച്ചിക്ക് ചായ എടുക്കട്ടെ? കടിച്ചു കീറാൻ എന്തെങ്കിലും? എന്താ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും വേണോന്ന്? വേണ്ട വേണ്ട. ശരി. അവിടെ ഇട്ട് തന്നെ ചായ കുടിക്കാനല്ലേ സത്യേട്ടന് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ഇട്ടെന്നാ കുടിക്കൂലേ? വാ.